ഇപ്പൊ ചില പ്രൊഡക്റ്റുകളൊക്കെ ഇപ്പൊ ഇൻഫ്ലുവൻസേഴ്സ് വന്ന് പ്രൊമോട്ട് ചെയ്യുന്ന കേട്ടിട്ടില്ലേ, അതായത് ഇപ്പൊ അതെ. പാരബൻ ഫ്രീ ആണ്, ആ. സൾഫേറ്റ് ഫ്രീ ആണെന്നുള്ളത്. അതെ, അതെ. ഈ പാരബനും സൾഫേറ്റ് ഒക്കെ നമ്മുടെ സ്കിന്നെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഓക്കെ. ഈ പാരബൻ ഫ്രീ അല്ലെങ്കിൽ സൾഫേറ്റ് ഫ്രീ എന്ന് പറഞ്ഞ് മാർക്കറ്റ് ചെയ്യപ്പെടുന്ന പ്രൊഡക്റ്റുകൾ ആക്ച്വലി നല്ലതാണോ? അപ്പോൾ പാരബെൻസിന് ഇപ്പം നമ്മളിപ്പോൾ റീസെൻ്റ്ലി കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കാനുള്ള കാരണം അതിനകത്ത് പലതിലും എൻഡോക്രൈൻ ഡിസ്റപ്റ്റിംഗ് കെമിക്കൽസ് ഉണ്ട്. അതായത് പാരബെൻ നമ്മുടെ ബോഡിയിൽ ഒരു പ്രത്യേക അളവിലും കൂടുതൽ അക്യുമുലേറ്റഡ് ആയി കഴിഞ്ഞാൽ ഇത് ഈസ്ട്രജനോട് സമാനമായിട്ടുള്ള എഫക്ട്സ് ഉണ്ടാക്കും. ഓക്കെ. ഓക്കെ. അപ്പം ഇപ്പം അത് ലോങ് ടേമിൽ കുറേ കാലം, അതായത് കുറേ അളവിൽ ഒരു പെർമിസിബിൾ അളവ് ഓക്കെയാണ്, പക്ഷേ പെർമിസിബിൾ അളവിലും കൂടുതലും കുറേ കാലം അത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പല ഹോർമോൺ ഡിസ്റപ്റ്റിംഗ് പ്രശ്നങ്ങൾ, അതായത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡി കുറേ കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു നാച്ചുറൽ ഫെർട്ടിലിറ്റി ആ കാര്യങ്ങളെയൊക്കെ അത് എഫക്റ്റ് ചെയ്യാം. ഇപ്പോൾ ഫീമെയിൽസിന് യൂസ് ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാം, നെക്സ്റ്റ് ജനറേഷൻ അത് ബാധിച്ചേക്കാം. പിന്നെ ചില പെർട്ടിക്കുലർ ക്യാൻസേഴ്സ്, അതായത് ഈസ്ട്രോജൻ ഡിപ്പെൻഡൻറ്റ് ക്യാൻസേഴ്സ് ഉണ്ടല്ലോ, ബ്രസ്റ്റ് ഓവേറിയൻ അങ്ങനത്തെ ക്യാൻസേഴ്സ് വരാനുള്ള റിസ്ക് കുറച്ച് കൂടുതലാണ്. അപ്പം ഇതാണ് ഈ എൻഡോക്രൈൻ ഡിസ്റപ്റ്റിംഗ് കെമിക്കൽസിൻ്റെ പ്രശ്നം. അപ്പോൾ ഇതിൻ്റെ അളവ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഇമ്പോർട്ടൻ്റ്. നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതിനകത്ത് ഒരു പെർമിസിബിൾ അളവിൽ താഴെയാണെങ്കിൽ ഓക്കെയാണ്, പക്ഷേ പെർമിസിബിൾ അളവിൽ കൂടുതലാണെങ്കിൽ അത് പ്രശ്നമാണ്. പക്ഷേ പാരബൻ എന്ന് പറയുന്നത് നമ്മുടെ ആ ക്രീമിന് അത്യാവശ്യമുള്ള ഒരു ഘടകമാണോ എന്നുള്ളത്, ഇറ്റ്സ് മോസ്റ്റ്ലി പ്രിസർവേറ്റീവ്. അപ്പം വേറൊരു സേഫ് പ്രിസർവേറ്റീവ് ഉള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്താൽ മതി. പാരബൻ ഫ്രീ ഇസ് ഓൾവേസ് ഗുഡ്. ഓക്കെ. പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് പേടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റിറോയിഡിനെ മെർക്കുറിനെ ലെഡിനെ കഥ പറഞ്ഞു നോക്കുമ്പോൾ അത്ര പേടിക്കാനില്ല. പക്ഷെ അതിനെയാണ് നമ്മൾ കൂടുതൽ എംഫസൈസ് ചെയ്യുക. അതൊരു ഗ്രോയിങ് കൺസേൺ ആണ് ഈ എൻഡോക്രൈൻ ഡിസ്റപ്റ്റിംഗ് കെമിക്കൽസ് എന്ന് പറയുന്നത്. അപ്പം പാരബൻ മാത്രമല്ല, ടാലേറ്റ്സ് ഉണ്ട്, അത് പലതും ഫ്രാഗ്രൻസസ്, അതേപോലെ തന്നെ ഫോർ എവർ കെമിക്കൽസ് എന്ന് പറയും, അതായത് ഈ PTFA അങ്ങനത്തെ ടൈപ്പ്. അപ്പോൾ ഇത് എല്ലാത്തിലും ഉണ്ട്. അപ്പം നമ്മളൊരു പിസ്സ വാങ്ങിച്ചാൽ അതിൻ്റെ ബോക്സിലുണ്ട്, നമ്മളൊരു വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളൊരു ഡ്രസ്സോ അങ്ങനത്തെ എന്തെങ്കിലും ഇട്ടുണ്ടെങ്കിൽ അതിനകത്തുണ്ട്, പല ക്രീമുകളിലുണ്ട്, പല ഐ മേക്കപ്പ്, കോസ്മെറ്റിക്സ് അങ്ങനത്തിലൊക്കെ ഈ പറഞ്ഞ കെമിക്കൽസ് ഉണ്ട്. അപ്പം നമുക്കത് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഇല്ല. പക്ഷെ അതില്ലാത്തത് പുതുതായിട്ട് ഇനി ഉണ്ടായി വരണം. കാരണം ഇതിലെല്ലാത്തിലും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ഷാമ്പു നമ്മൾ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു, ഈ ഷാമ്പൂന് മണം അതുപോലെ തന്നെ കളർ വേണം നിർബന്ധമുണ്ടോ? ഇല്ല, അത് ക്ലെൻസ് ചെയ്താൽ മതി അല്ലേ സ്കാൽപ്പിന്. പക്ഷെ എപ്പോഴും നമ്മൾ റീപർച്ചേസ് ചെയ്യുന്ന എപ്പോഴാണ് നമുക്ക് മണമുള്ള ഷാമ്പൂ അല്ലെങ്കിൽ മണമുള്ള ബോഡി വാഷ് വേണം. അപ്പോൾ ഈ എക്സ്ട്രാ ഫ്രാഗ്രൻസസിലും ഈ പെർഫ്യൂം മിക്സസിലും അതിലൊക്കെയാണ് ഈ പറഞ്ഞ എൻഡോക്രൈൻ ഡിസ്റപ്റ്റിംഗ് കെമിക്കൽസ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പം ഒരു സേഫ് അഡ്വൈസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും മണം കുറഞ്ഞ സാധനങ്ങൾ എടുക്കാം, അതിനകത്ത് കെമിക്കൽസ് കുറവായിരിക്കും. നല്ല മണം എന്നുള്ളതല്ല ഒരു ക്രൈറ്റീരിയ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ അല്ലേ? അത് ആക്ച്വലി അലർജി ഉണ്ടാക്കും. ഈ പറഞ്ഞ പോലെ എൻഡോക്രൈൻ ഡിസ്റപ്റ്റിംഗ് കെമിക്കൽസ് അതിനകത്ത് കൂടുതലായിരിക്കും. ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞില്ല, ചില പ്രൊഡക്റ്റുകൾ നമ്മളിപ്പോൾ പ്രഗ്നന്റ് ലേഡീസിനൊക്കെ ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറയും. അപ്പോൾ ഞാനിപ്പോൾ ചില സൺസ്ക്രീൻസ് വരെ അങ്ങനെ കണ്ടിട്ടുണ്ട്, ചില സൺസ്ക്രീൻസിന്റെ ഫിൽറ്റേഴ്സിന് ഈ പറഞ്ഞ സൺസ്ക്രീൻ ഫിൽറ്റേഴ്സിലും ഈ പറഞ്ഞ പോലെ എൻഡോക്രൈൻ ഡിസ്റപ്റ്റിംഗ് കെമിക്കൽസ് ഉണ്ട്. അപ്പം ഓക്സിബെൻസോൺ, ഒക്ടോക്രൈലിൻ ഇങ്ങനത്തെ പലതും ഈ പറഞ്ഞ പോലെ EDC ആണ്. അപ്പം പ്രഗ്നന്റ് ലേഡീസിനും ലാക്ടേറ്റിംഗ് മദേഴ്സിനും യങ് ചിൽഡ്രനും 6 months എബവ് മാത്രമേ സൺസ്ക്രീൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പം പീഡിയാട്രിക് ഇഷ്യൂപ്പിനും ഈ പറഞ്ഞ പോലെ നമുക്ക് കൺസേൺ ഉള്ള ആളുകളിൽ നമ്മൾ മിനറൽ സൺസ്ക്രീൻ ഉപയോഗിക്കാനാണ് പറയാം. മിനറൽ സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ സിങ്ക് ഓക്സൈഡും ടൈറ്റാനിയം ഡയോക്സൈഡും മാത്രമേ ഉള്ളൂ. കെമിക്കൽ സൺസ്ക്രീൻസ് ഉപയോഗിക്കരുത്. അതായത് എല്ലാം കെമിക്കൽ തന്നെയാണ് അല്ലേ, ഓർഗാനിക് ഇനോർഗാനിക് എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ, നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ കെമിസ്ട്രിയിൽ. അപ്പം ഇനോർഗാനിക് ആയിട്ടുള്ളതാണ് ഈ ഫിസിക്കൽ സൺസ്ക്രീൻസ് എന്ന് പറയുന്നത്. അത് സൺലൈറ്റിനെ റിഫ്ലക്ട് ചെയ്ത് പോകും, അബ്സോർബ് ചെയ്യില്ല. നേരെ മറിച്ചിട്ട് നമ്മുടെ കെമിക്കൽ സൺസ്ക്രീൻസ് അല്ലെങ്കിൽ ഓർഗാനിക് സൺസ്ക്രീൻസ് എന്ന് പറയുന്നത് സൺലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് അതിനെ ഹീറ്റാക്കി മാറ്റും. അപ്പോൾ അതിനകത്തുള്ള ഈ കെമിക്കൽസ് ഫിൽറ്റേഴ്സ് ഉണ്ട്. ആ ഫിൽറ്റേഴ്സിലാണ് ഈ പറഞ്ഞ പോലെ ചിലത് മോസ്റ്റ് ഓഫ് ദം ആർ സേഫ്. ഇപ്പം നമ്മളിപ്പം നിങ്ങൾ പ്രിസ്ക്രിപ്ഷൻ പ്രോഡക്ട്സ് ആയിട്ട് കിട്ടുന്നതിലൊക്കത്തിലും മോഡേൺ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ സേഫാണ്. പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചില ഫിൽറ്റേഴ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാം തന്നെയും ഇപ്പം റെഗുലേഷൻസ് വന്നതുകൊണ്ട് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ പുതിയ സ്റ്റഡീസ് വരുമ്പോഴാണല്ലോ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ചേഞ്ചസ് വരുന്നതെന്നുള്ളത്. ഇപ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കുന്ന എല്ലാവരുടെയും കൺസേൺ, അതായത് ഞാൻ അടക്കമുള്ള കൺസേൺ, ഇത് ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ അത് ഭയങ്കര നമ്മുടെ സ്കിൻ കളറിനേക്കാൾ കുറച്ചുകൂടെ ഡിം ആക്കാറുണ്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഓവർ സ്വെറ്റ് ചെയ്യാറുണ്ട് സൺസ്ക്രീൻ ഉപയോഗിക്കുന്ന സമയത്ത്. ഇതൊക്കെ ആയിരിക്കും സൺസ്ക്രീൻ ചിലപ്പോൾ ആൾക്കാർക്ക് ഉപയോഗിക്കാതിരിക്കാൻ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ എങ്ങനെ ഒരു സൺസ്ക്രീൻ സെലക്ട് ചെയ്യേണ്ടതെന്നാണ് അഡ്വൈസ് ചെയ്യുക? ഈ ഓവർ സ്വെറ്റിങ്ങും ഈ പറയുന്ന പോലെ ചെറിയൊരു ഡൾനെസ് ഒക്കെ തോന്നാൻ കാരണം എന്താ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ? അപ്പം സൺസ്ക്രീനിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി നോക്കേണ്ടത് അതിൻ്റെ പ്രൊട്ടക്ഷൻ കപ്പാസിറ്റി എത്രയും, അതിൻ്റെ പിന്നെ നമ്മുടെ SPF-ഉം PA റേറ്റിംഗും. അപ്പോൾ SPF ഒരു 30യുടെ മുകളിലും PA റേറ്റിംഗ് 3+ or 4+ ഉള്ള സൺസ്ക്രീനാണ് നമുക്ക് വേണ്ടത്. അപ്പം വെസ്റ്റേണേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ കൺസേൺ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ വെസ്റ്റേണേഴ്സ് സൺസ്ക്രീൻ ഇടാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്കിൻ ക്യാൻസേഴ്സ് വരാനുള്ള റിസ്ക് കൂടുതലാണ്. അവർക്ക് പ്രൊട്ടക്റ്റീവ് മെലാനിൻ ഇല്ല. അതുകൊണ്ട് അവർക്ക് സണ്ണ് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ സ്കിൻ ക്യാൻസേഴ്സും ബേൺസും വരാനുള്ള റിസ്ക് ഉണ്ട്. നമുക്ക് ലക്കിലി മെലാനിൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ബേൺസും ക്യാൻസേഴ്സും വരാനുള്ള റിസ്ക് ഇല്ല. നേരെ മറിച്ച് നമ്മൾ പിഗ്മെന്റ് കൂടുതൽ ഉണ്ടാക്കുക ചെയ്യും. വെയിലടിക്കുന്നതോറും നമ്മൾ കൂടുതൽ പിഗ്മെന്റ് ഉണ്ടാക്കും. അപ്പം ഈ ഒരു കൺസേണിന് വേണ്ടിയിട്ടാണ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ജീവനിൽ പേടിയുള്ളതുകൊണ്ടല്ല, നേരെ മറിച്ച് നമുക്ക് കുറച്ചുകൂടെ എസ്തെറ്റിക് ബേസിക് സൺസ്ക്രീൻ ആണ് വേണ്ടത്. അപ്പം ഡിപ്പെൻഡിങ് ഓൺ യുവർ സ്കിൻ ടൈപ്പ്, ഭയങ്കരമായിട്ട് സ്വെറ്റി ആയിട്ടുള്ള ഹ്യൂമിഡ് ക്ലൈമറ്റിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഭയങ്കര ഒരു ക്രീം ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ പറ്റണമെന്നില്ല. ഓക്കെ.
അപ്പം നമ്മൾ ഏതാണോ സൺസ്ക്രീൻ അതിൻ്റെ ഫോർമുലേഷൻ നോക്കി തീരുമാനിക്കുക ഒന്നാമത്തത്. രണ്ടാമത്തെ കാര്യം നമ്മളത് റീഅപ്ലൈ ചെയ്യാൻ എപ്പോഴും ഓർക്കണം. അപ്പോൾ ഈ വാട്ടർ റെസിസ്റ്റൻസ് വെറ്റ് റെസിസ്റ്റൻസ് എന്നൊക്കെ പറയുമെങ്കിൽ ഇതിനൊക്കെ ഒരു പരിധിയുണ്ട്. അപ്പോൾ ഒത്തിരി നേരം ഔട്ട്ഡോർ ആക്ടിവിറ്റി ഉള്ള ആളാണെങ്കിൽ 3 to 4 hours കൂടുമ്പോൾ ഫേസ് വാഷ് ചെയ്തിട്ട് സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യണം. അപ്പോൾ ക്വാണ്ടിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പേരിന് നമ്മൾ സൺസ്ക്രീൻ പുരട്ടിച്ചിട്ട് സൺസ്ക്രീനിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടണമെന്നില്ല. ഞാനും പുരട്ടി എന്ന് പറഞ്ഞിട്ട് പുരട്ടിയിട്ട് കാര്യമില്ലല്ലോ. അളവ് കൃത്യമായിട്ട് ഉപയോഗിക്കണം. അത്രയും അളവിൽ വേണം. അത് ഫേസിലേക്കും നെക്കിലേക്കും കൂടെ വേണ്ടിയിട്ടാണ്. അതൊരു കാര്യം. പിന്നെ ചില സൺസ്ക്രീനുകളിൽ, അതായത് പണ്ട് കാലത്ത് ഉപയോഗിച്ചിട്ടുന്ന ചില സൺസ്ക്രീനുകളിൽ ചില ഫോട്ടോ സെൻസിറ്റൈസിങ് ഇൻഗ്രീഡിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ പിഗ്മെന്റേഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ മോഡേൺ സൺസ്ക്രീൻസ് ആർ ഡിവൈഡ് ഓഫ് ദം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കൺസേൺ ഇപ്പം ഇല്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ചില സൺസ്ക്രീൻസിൽ ഉണ്ടാവില്ല SPF 50, ചിലതിൽ SPF 30, ചിലത് ഈ 50-30 എന്ന് പറയുന്ന ന്യൂമറിക്കൽ ഡിജിറ്റ്സ് എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത്? അതായത് 50 മിനിറ്റ്സ് കഴിയുമ്പോൾ റീഅപ്ലൈ ചെയ്യണമെന്നാണോ? അങ്ങനെയല്ല. അത് എത്ര പെർസെന്റേജ്, അതായത് നമ്മളിപ്പോൾ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത സ്കിന്ന്, അപ്ലൈ ചെയ്യാത്ത സ്കിന്ന്, ഇതിലുള്ള UVB-യുടെ അബ്സോർപ്ഷൻ അതിന് ബേസ് ചെയ്തിട്ടാണുള്ളത്. അപ്പം 93%, 97% ഈ ഡിഫറൻസേ ഉള്ളൂ. അതായത് SPF 30 ആണെങ്കിൽ 93% ഓഫ് ദ റേസ് ആർ ബീങ് absorbed and diffused. മറ്റേതിൽ 97%. ഓക്കെ. ഇനി SPF 80 ആക്കി കഴിഞ്ഞാൽ എപ്പോഴും 100% ആവണമെന്നില്ല. ആ ഒരു ചെറിയ പെർസെന്റേജ് റൈസേ വരുന്നുള്ളൂ. 3% എന്നൊരു 4%, അതായത് 93% എന്നൊരു 97%ലേക്ക് എത്തി പ്രൊട്ടക്ഷൻ. അത് അൺപ്രൊട്ടക്റ്റഡ് സ്കിന്നിനെ കമ്പയർ ചെയ്യുമ്പോൾ, അതായത് സൺസ്ക്രീൻ ഇല്ലാത്ത സ്കിന്നിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത സ്കിന്നിൽ 93% ഓഫ് ദ റേസും പിന്നെ നമുക്ക് കിട്ടുന്നില്ല എന്നല്ല. ഓക്കെ. അപ്പോൾ ഈ PA+++ എന്ന് പറയുന്ന അത് നമ്മുടെ ഈ UVA പ്രൊട്ടക്ഷൻ. ഒന്ന് UVB പ്രൊട്ടക്ഷൻ, മറ്റേത് UVA പ്രൊട്ടക്ഷൻ. ഓക്കെ. എപ്പോഴും ഈ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ പറയാ PA4+ ഉള്ളത് വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് നമ്മൾ യൂഷ്വലി പറയാറ്.